ഓക്കെ, കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ്സ് എല്ലാം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. പോസ്റ്റ് ചെയ്തിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഞാൻ വായിച്ച് സമയം കളയുന്നില്ല. ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശരിക്കും വായിച്ച് മനസ്സിലാക്കുക. നിങ്ങളുടെ മെമ്മറിയിൽ ഉണ്ടാവും. ഇല്ലാത്തവർ ജസ്റ്റ് കഴിഞ്ഞ വീഡിയോകളൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകുക കേട്ടോ. നമ്മുടെ അടുത്ത ലക്ഷ്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വെക്ടർ എന്ന് പറഞ്ഞാൽ ഒരു പിക്ചറാണ്. ഇപ്പോൾ അല്ലേ, ഇതിപ്പോൾ ഒരു വെക്ടറിൻ്റെ എക്സാമ്പിൾ അല്ലേ, ഇതൊരു പിക്ചർ അല്ലേ ഇത്. അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോകുന്നത് വെക്ടറിനെ ഈ പിക്ചറിന് ഫ്രീ ആക്കാൻ പോവുക. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വെക്ടറിനെയും R3 ഒരു എലമെൻറ്റ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പോവുക. അതായത് ഒരു സത്യം പറഞ്ഞാൽ ഒരു പേരിടൽ ചടങ്ങാണ്. അതായത് നമ്മൾ ഇത്തരം ഓരോ വെക്ടറിനെയും R3 എലമെൻറ്റ് ഉപയോഗിച്ചിട്ട് പേരിടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ വെക്ടറിന് ഈ ചിത്രം വരയ്ക്കുന്നതിന് പകരം അതിന് കറസ്പോണ്ടിങ് ആയ ആ പേര്, അതായത് R3 എലമെൻറ്റ് പറഞ്ഞാൽ പോരെ. ഓരോ വെക്ടറിനെയും R3 ഒരു എലമെൻറ്റ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ചിത്രം വരയ്ക്കുന്നതിന് പകരം ആ എലമെൻറ്റ് ഏതാണെന്ന് പറഞ്ഞാൽ പോരെ. അപ്പോൾ ആ വെക്ടർ മനസ്സിലാവില്ലേ. സോ അതാണ് നമ്മളെ പ്ലാൻ. ഓരോ വെക്ടറിനെയും R3 ഒരു എലമെൻറ്റ് ഉപയോഗിച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. വെയിറ്റ് ആൻഡ് സീ. ജസ്റ്റ് ഒരു ഇൻട്രോ പറഞ്ഞേ ഉള്ളൂ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാൻ പോവാണ്. നന്നായിട്ട് മനസ്സിലായിക്കോളും. സോ അതാണ് നമ്മളെ പ്ലാൻ. അതെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പേ നമ്മളിതുവരെ വരച്ച വെക്ടേഴ്സൊക്കെ ഈ ബോർഡിലായിരുന്നു അല്ലേ. അതായത് ഇപ്പോൾ ഇവിടെ 2 വെക്ടർ വരച്ചിട്ടുണ്ട്. ഇത് ഈ ബോർഡിലാണ്. അതായത് ഒരു പ്ലെയിനിലെ വെക്ടേഴ്സ് മാത്രമാണ് നമ്മളിതുവരെ വരച്ചത്. പക്ഷേ നമ്മളെ വെക്ടേഴ്സ് എല്ലാം ഒരു പ്ലെയിനിൽ കൊള്ളുമോ? ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു വെക്ടർ കൂടി പരിഗണിച്ചു. ഒന്നിങ്ങനെ ഒന്നിങ്ങനെ ഒന്നിങ്ങനെ. ഈ 3 വെക്ടർ കൂടി ഒരു പ്ലെയിനിലാണോ? അല്ലല്ലോ. ഒരു പ്ലെയിനിൽ കൊള്ളുമോ? ഇല്ല. അപ്പോൾ നമ്മളെ സ്പേസിൽ 3 ഡയമെൻഷൻ സ്പേസിൽ എവിടെയും വെക്ടേഴ്സ് വരാം അല്ലേ. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ ഇങ്ങോട്ടൊരു വെക്ടർ എടുക്കാം, ഇവിടുന്ന് ഇങ്ങോട്ടൊരു വെക്ടർ എടുക്കാം, ഇവിടുന്ന് ഇങ്ങോട്ടൊരു വെക്ടർ എടുക്കാം. അങ്ങനെ സ്പേസിൽ എവിടെയും വെക്ടേഴ്സ് ഉണ്ട്. ആ വെക്ടേഴ്സിനെ മൊത്തമാണ് നമ്മൾ R3 ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത്. സ്പേസിലുള്ള എല്ലാ വെക്ടേഴ്സിനെയും നമ്മൾ R3 ഉപയോഗിച്ചിട്ട് പേരിടും. R3 എലമെൻറ്റ്സ് വെച്ച് പേരിടും, റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ പക്ഷേ അത് 2 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലെയിനിലെ വെക്ടേഴ്സ് മാത്രം എടുക്കും. അതിനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് R2 ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. R3 വേണമെന്നില്ല, പ്ലെയിൻ മാത്രമാണെങ്കിൽ. സ്പേസ് മൊത്തം വരുമ്പോൾ നമ്മൾ R3 ഉപയോഗിക്കുക. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സ്പേസിലെ വെക്ടേഴ്സിനെ R3 വെച്ചിട്ട് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് പിന്നെ കിട്ടുന്നേ ഉള്ളൂ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. അപ്പോൾ നമുക്ക് ഒരു പ്ലെയിനിലെ വെക്ടേഴ്സിനെ R2 എലമെൻറ്റ്സ് ഉപയോഗിച്ചിട്ട് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ +1 പഠിച്ച ഒരു കാര്യമുണ്ട്. അതായത് സ്കൂളിൽ പഠിച്ചൊരു കാര്യമുണ്ട്, കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. അതായത് നമ്മളൊരു പ്ലെയിനിൽ 2 പെർപെൻഡിക്കുലർ ലൈൻസ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ X ആക്സിസ് Y ആക്സിസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെ അതിനുശേഷം ആ പ്ലെയിനിൽ ഏതൊരു പോയിൻ്റ് എടുത്താലും അതിൻ്റെ കോർഡിനേറ്റ്സ് കാണാം ഒക്കെ കാര്യം. ഇപ്പോൾ ഇവിടെ ഞാനൊരു പോയിൻ്റ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും നിങ്ങൾ പറ. ഇത് കോർഡിനേറ്റ്സ് ഇട്ടാൽ എന്ത് ചെയ്യണം, ഇവിടുന്ന് X ആക്സിസിലേക്കും Y ആക്സിസിലേക്കും പെർപെൻഡിക്കുലർ വരയ്ക്കണം. എന്നിട്ട് ഈ നമ്പർ 5 ഈ നമ്പർ 3 ആണെങ്കിൽ ഇതിൻ്റെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും, 5 3 ആയിരിക്കും. ഇതൊക്കെ നിങ്ങൾ സ്കൂൾ പഠിച്ചതാണ്, അറിയാം, 5 3. സോ ഇങ്ങനെ ഓരോ പോയിൻറ്റും പ്ലെയിനിൽ ഏതൊരു പോയിൻ്റ് എടുത്താലും അതിൻ്റെ കോർഡിനേറ്റ്സ് കാണാൻ നമുക്കറിയാം അല്ലേ. റെക്ടാങ്കുലർ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്തോ പേരൊക്കെ പറഞ്ഞ് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഏതൊരു പോയിൻ്റ് എടുത്താലും അതിൻ്റെ കോർഡിനേറ്റ്സ് കാണാൻ നമുക്കറിയാം. ഞാൻ ചോദിക്കട്ടെ, ഈ കോർഡിനേറ്റ്സ് കാണാൻ അറിയുമ്പോൾ നമ്മൾ സത്യത്തിൽ എന്താ ചെയ്തത്? ഇപ്പോൾ ഈ പോയിൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ ഈ 5 3 തന്നെ കോർഡിനേറ്റ് അല്ലേ ഉപയോഗിക്കുന്നത്. ഇത് R2 എലമെൻ്റ് അല്ലേ. അപ്പോൾ ഈ പോയിൻറ്റിനെ R2 ഒരു എലമെൻറ്റ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യല്ലേ ചെയ്തത്. ശ്രദ്ധിക്കണം, നമുക്ക് ആക്ച്വലി പോയിൻറ്റിനല്ല റെപ്രസെൻറ്റ് ചെയ്യുന്നത്, പ്ലെയിനിലെ വെക്ടറിനാണ്. പക്ഷെ ഇപ്പം നമ്മൾ ചെയ്തതെന്താ, ഈ പ്ലെയിനിൽ ഒരു പോയിൻ്റ് എടുത്താൽ ആ പോയിൻറ്റിനെ R2 എലമെൻറ്റ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്ന പരിപാടിയാണ് അപ്പോൾ നമ്മൾ സ്കൂളിൽ ചെയ്തത്. നമുക്ക് വൃത്തിക്കറിയാം. ഈ പോയിൻറ്റിനെ ഞാൻ മാർക്ക് ചെയ്ത് ഈ പോയിൻറ്റിനെ 5 3 എന്നുള്ള എലമെൻറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് അല്ലേ. അതായത് ഓരോ പോയിൻറ്റും ഒരു കോർഡിനേറ്റ്സ് ഉണ്ടാവും. ആ കോർഡിനേറ്റ്സ് R2 എലമെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിച്ചത് പ്ലെയിനിലെ ഏതൊരു പോയിൻ്റ് എടുത്താലും അതിനെ R2 എലമെൻറ്റ് വെച്ചിട്ട് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ്. പക്ഷേ നമ്മളെ വിഷയം ഇപ്പോൾ അതല്ല. പ്ലെയിനിലെ ഒരു വെക്ടർ എടുത്താൽ അതിനെങ്ങനെ R2 എലമെൻറ്റ് ഉപയോഗിച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പൊസിഷൻ വെക്ടർ എന്നൊരു കൺസെപ്റ്റ് കൂടി പറയട്ടെ. അത് കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പൊസിഷൻ വെക്ടർ ഓഫ് എ പോയിൻ്റ്, ഇത് വളരെ ഈസി ആയ കൺസെപ്റ്റാണ്. ഇവിടെ 1 2 3 പോയിൻറ്റ്സ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പൊസിഷൻ വെക്ടേഴ്സ് വരച്ചാൽ മനസ്സിലായിക്കൊള്ളുക എന്താണെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ ഒറിജിന് ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്ന വെക്ടറാണ് അതിൻ്റെ പൊസിഷൻ വെക്ടർ എന്ന് പറയാം. അതായത് ഈ വെക്ടറിലെ ഒറിജിൻ ഇനീഷ്യൽ പോയിൻ്റ്, നമ്മുടെ പോയിൻ്റ് ടെർമിനൽ പോയിൻ്റ്, ഈ വെക്ടറിനെയാണ് നമ്മൾ ഇതിൻ്റെ പൊസിഷൻ വെക്ടർ എന്ന് പറയാം. ക്ലിയർ അല്ലേ. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ വെക്ടറോ ഒറിജിന് ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്ന വെക്ടർ, ഇതിൻ്റെ പൊസിഷൻ വെക്ടർ ഒറിജിന് ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്ന വെക്ടർ. ഞാനത് വരച്ചുതരാം. അപ്പോൾ ഇതോടുകൂടെ പൊസിഷൻ വെക്ടർ എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഞാൻ ഏതൊരു പോയിൻ്റ് എന്നാലും അതിൻ്റെ പൊസിഷൻ വെക്ടറുകൾ വരയ്ക്കൂലേ. അപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് എന്ന് വിചാരിക്കുക, ഇതിൻ്റെ പൊസിഷൻ വെക്ടറുകൾ എങ്ങനെ വരയ്ക്കുക,
ഒറിജിന് അങ്ങോട്ടേക്കുള്ള വെക്ടർ മാർക്ക് ചെയ്യും, അതായിരിക്കും അതിൻ്റെ പൊസിഷൻ വെക്ടർ. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഒറിജിൻ ഈ പ്ലെയിനുള്ള പോയിന്റ് അല്ലേ, ഒറിജിൻ്റെ പൊസിഷൻ വെക്ടർ എന്തായിരിക്കും കൂടെ ആലോചിച്ച് നോക്കൂ. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? 0 ആയിരിക്കില്ലേ? മാഗ്നിറ്റ്യൂഡ് 0 ഉള്ള വെക്ടർ നമ്മൾ എന്താ പറയുക? 0 വെക്ടർ എന്നാണ് പറയുക. അപ്പോൾ ഒറിജിൻ്റെ പൊസിഷൻ വെക്ടർ എന്താണ്? 0 വെക്ടറാണ്. അപ്പോൾ അങ്ങനെ ഈ പ്ലെയിനിലെ ഏത് പോയിന്റ് വന്നാലും അതിൻ്റെ പൊസിഷൻ വെക്ടർ മാർക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് അറിയാം, വരയ്ക്കാൻ ഞങ്ങൾക്ക് അറിയാം. ഓക്കെ, നൈസ്. അങ്ങനെയാണെങ്കിൽ എത്ര പൊസിഷൻ വെക്ടേഴ്സ് ഉണ്ടാവും ഈ പ്ലെയിനിൽ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പൊസിഷൻ വെക്ടേഴ്സ് ഉണ്ടാവും. കാരണം എന്താ? എല്ലാ ഡയറക്ഷനിലും പൊസിഷൻ വെക്ടേഴ്സ് ഉണ്ട്, എല്ലാ ഡയറക്ഷനിലും എല്ലാ മാഗ്നിറ്റ്യൂഡിലും പൊസിഷൻ വെക്ടേഴ്സ് ഉണ്ട്. സോ ദർ ആർ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പൊസിഷൻ വെക്ടേഴ്സ് പ്ലെയിനിൽ. നൈസ്, ഗുഡ്. ഇനി ഇതൊന്നും അല്ലാത്തൊരു വെക്ടർ ഞാൻ മാർക്ക് ചെയ്യാം. അവിടെ ചുമ്മാ ഒരു വെക്ടർ ഇട്ടു. ഇത് പൊസിഷൻ വെക്ടർ ആണോ? അല്ലല്ലോ. ഇതിന് ഇനീഷ്യൽ പോയിന്റ് ഒറിജിൻ ആണോ? അല്ല. സോ ഇതൊരു പൊസിഷൻ വെക്ടർ അല്ല, പക്ഷേ ഇതൊരു പൊസിഷൻ വെക്ടറിന് തുല്യമായിരിക്കും. നോക്കൂതാ, ഇതേ ഡയറക്ഷനിൽ ഒറിജിനിൽ ഒരു വെക്ടർ വരയ്ക്കുക, അതേ മാഗ്നിറ്റ്യൂഡിൽ. ഞാൻ ഏകദേശം അങ്ങനെ വരയ്ക്കുക കേട്ടോ, മനസ്സിലാക്കുക. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്ര? ഇവിടെ കട്ട് ചെയ്തു. സോ ഇതിപ്പോൾ ഇതേ ഡയറക്ഷനിൽ അതേ മാഗ്നിറ്റ്യൂഡിൽ ഞാനൊരു വെക്ടർ ഒറിജിനിൽ മാർക്ക് ചെയ്തു. സോ ഇത് പൊസിഷൻ വെക്ടർ അല്ലേ? ഈ രണ്ട് വെക്ടറും ഈക്വൽ അല്ലേ? കാരണം ഇതിൻ്റെ രണ്ടിൻ്റെയും ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും സെയിം ആണ്. അപ്പോൾ ആ രണ്ട് ഈക്വലാണ്. ഇത് പൊസിഷൻ വെക്ടർ അല്ലെങ്കിലും അതൊരു പൊസിഷൻ വെക്ടറിന് ഈക്വലാണ്. അപ്പോൾ എന്ത് മനസ്സിലായി? നമ്മളെ പ്ലെയിനിലെ വെക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതൊന്നുകിൽ ഇതുപോലത്തെ ഒരു പൊസിഷൻ വെക്ടർ ആയിരിക്കും, അല്ലെങ്കിലോ അത് ഏതെങ്കിലും ഒരു പൊസിഷൻ വെക്ടറിൻ്റെ ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ ഇത് പൊസിഷൻ വെക്ടർ അല്ല, പക്ഷേ അതൊരു പൊസിഷൻ വെക്ടറിന് ഈക്വലാണ്. ക്ലിയർ ആണല്ലോ? പോസിറ്റ് ശരിക്കും മനസ്സിലാക്കുക. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ പേരിടൽ ചടങ്ങിൽ നമുക്ക് പ്ലെയിനിലെ വെക്ടേഴ്സിനെ മൊത്തം R2 എലമെൻറ്റ് ഉപയോഗിച്ചിട്ട് പേരിടാൻ പോവുകയാണ്, റെപ്രസെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. ആ പേരിടൽ ചടങ്ങിൽ ഈ പൊസിഷൻ വെക്ടേഴ്സിന് മാത്രം പേരിട്ടാൽ മതിയാവും. കാരണം എന്താ അറിയോ? ഇതിപ്പോൾ പൊസിഷൻ വെക്ടർ അല്ല, പക്ഷേ ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും പേര് സെയിം ആയിരിക്കൂലേ? കാരണം രണ്ടും ഈക്വലാണ്, അപ്പോൾ ഡിഫറെൻറ്റ് പേര് ആവശ്യമില്ല. സോ ഇതിൻ്റെ പേരെന്താണോ അതിനായിരിക്കും ഇതിൻ്റെയും പേര് വരിക. അപ്പോൾ പൊസിഷൻ വെക്ടേഴ്സിന് പേരിട്ട് കഴിഞ്ഞാൽ എല്ലാ വെക്ടേഴ്സിൻ്റെയും പേരായി. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ പൊസിഷൻ വെക്ടേഴ്സിനെ മാത്രം R2 ഉപയോഗിച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പഠിച്ചാൽ മതി. അപ്പോൾ ബാക്കിയുള്ള എല്ലാ വെക്ടേഴ്സിൻ്റെ പേരായിക്കോളും. ഡൗട്ടിൻ്റെ ചോദിച്ചാൽ മതി, പോസ് ചെയ്ത് ചിന്തിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകട്ടോ. ഇനി നമ്മൾ വെക്ടേഴ്സിൻ്റെ പാലിടി നടത്താൻ പോവുകയാണ്. ഈ പേരിടൽ പാലിടി എന്നല്ല പറയാം, എൻ്റെ നാട്ടിലൊക്കെ അങ്ങനെ പറയുകയാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. സോ നമുക്ക് ഈ വെക്ടേഴ്സിൻ്റെ ഒക്കെ പാലിടി നടത്താം. ഞാൻ പറഞ്ഞു പൊസിഷൻ വെക്ടേഴ്സിൻ്റെ പേര് മാത്രം നമ്മൾ ഇട്ടാൽ മതി. അപ്പോൾ ബാക്കിയുള്ള വെക്ടേഴ്സിൻ്റെ ഒക്കെ പേരായിക്കോളും. ഓക്കെ, അപ്പോൾ പൊസിഷൻ വെക്ടറിൻ്റെ പേരിടാനുള്ള ഐഡിയ ഇതാണ്. അപ്പോൾ ഒരു പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് എടുക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ പൊസിഷൻ വെക്ടർ, ഈ പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്ടർ അല്ലേ, ഇതിൻ്റെ കോർഡിനേറ്റ്സ് നോക്കുക. നേരത്തായിട്ട് വന്നാൽ 5 ആണ്, അപ്പോൾ ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് 5 ആണ്. നേരെ ഇങ്ങോട്ട് വന്നാൽ 3 ആണ്, അപ്പോൾ വൈ കോർഡിനേറ്റ് 3 ആണ്. സോ ഈ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് 5, 3 ആണ്. ഇത് R2 ഒരു എലമെൻ്റ് അല്ലേ? ഈ എലമെൻ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ പൊസിഷൻ വെക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ക്ലിയർ ആവണേ? അതായത് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ 5, 3 തന്നെ പിന്നെ R2 എലമെൻറ്റ് +2 സ്കൂളിൽ നമ്മൾ എന്തിനാണ് +1 നമ്മൾ എന്തിനാണ് ഉപയോഗിച്ചത്? ഈ പോയിൻറ്റിനെ മാത്രം റെപ്രസെൻറ്റ് ചെയ്യാനാണ് അല്ലേ? അതിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഈ പോയിൻറ്റിനെ മാത്രം റെപ്രസെൻറ്റ് ചെയ്യാണ് നമ്മൾ സ്കൂൾ 5, 3 ഉപയോഗിച്ചത്. പക്ഷേ വെക്ടേഴ്സിൻ്റെ സാഹചര്യത്തിൽ 5, 3 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്ടർ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഞാൻ ഇതും കൂടി പറയാം, അപ്പോൾ മനസ്സിലാവും. ഓക്കെ, അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഈ പൊസിഷൻ വെക്ടറിൻ്റെ പേരിട്ടോ, ഇതിൻ്റെ പേര് 5, 3 ആണ് അല്ലേ? യെസ്. അതായത് ഇപ്പോൾ ജലീലെ ചായ കുടിക്കാൻ നിൻ്റെ ഉമ്മ വിളിച്ചാൽ ഞാൻ പോകുന്ന മാതിരി നമ്മൾ 5, 3 വരയ്ക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വരയ്ക്കേണ്ടത് ഈ പൊസിഷൻ വെക്ടറാണ്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഈ പൊസിഷൻ വെക്ടറിൻ്റെ പേരിടാം. ഒന്ന് ആലോചിച്ച് നോക്കുക എങ്ങനെ വരുന്നു. നമ്മൾ എന്ത് ചെയ്യണം? ഈ പൊസിഷൻ വെക്ടർ ഇതിൻ്റെ പൊസിഷൻ വെക്ടറാണ്, അപ്പോൾ ഇതിൻ്റെ കോർഡിനേറ്റ്സ് കാണണം. ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് നേരെ വന്നു കഴിഞ്ഞാൽ 1 ആണ്. അതുപോലെ തന്നെ വൈ കോർഡിനേറ്റോ നേരെ വന്നാൽ 4 ആണ്. സോ ഇതിൻ്റെ കോർഡിനേറ്റ്സ് 1, 4 ആണ്. ഇത് R2 എലമെൻ്റ് ആണ്. ഈ എലമെൻറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പൊസിഷൻ വെക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ഇനി അതേപോലെ തന്നെ ഈ പൊസിഷൻ വെക്ടറിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? R2 ഏത് എലമെൻറ്റ് ഉപയോഗിച്ചാൽ റെപ്രസെൻറ്റ് ചെയ്യുക? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് അവിടെ മാർക്ക് ചെയ്തില്ലല്ലേ? എന്നാലും നോക്കുക, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ഇത് 2 വിചാരിച്ചോ? യെസ്, 2 അല്ല, -2, -1 -2 അല്ലേ? സോ അപ്പോൾ ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് -2, അതുപോലെ തന്നെ വൈ കോർഡിനേറ്റ് ഇങ്ങോട്ട് വരുമ്പം 3 അല്ലേ? സോ ഈ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് -2, 3 ആണ് അല്ലേ? R2 എലമെൻറ്റ്. ഈ എലമെൻറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പൊസിഷൻ വെക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ക്ലിയർ അല്ലേ? അപ്പം ഏതൊരു പൊസിഷൻ വെക്ടർ എടുത്തു കഴിഞ്ഞാലും അതിനെ R2 എലമെൻറ്റ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. എന്ത് ചെയ്താൽ മതി? അതിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടാൽ മതി.
ക്ലിയർലി. ഇനി ചുമ്മാ R2 ഒരു എലമെൻറ്റ് തന്നു വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 25.12.5 ഇത് R2 ഒരു എലമെൻ്റ് അല്ലേ. ഇത് ഒരു പൊസിഷൻ വെക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യും. ഈ 25 ഇവിടെ നിന്ന് ഇങ്ങോട്ട് 25 എടുക്കുക, അവിടെ എത്തും, എന്നിട്ട് 12.5 മേലോട്ടും എടുക്കുക, അപ്പോൾ ഒരു പോയിന്റിൽ നിങ്ങൾ എത്തിച്ചേരുമില്ലേ. ആ പോയിന്റിൻ്റെ പൊസിഷൻ വെക്ടർ ഉണ്ടാവില്ലേ അല്ലേ, ഇവിടുന്ന് അങ്ങോട്ട് വരയ്ക്കുന്നത് ആ പോയിന്റിൻ്റെ പൊസിഷൻ വെക്ടർ ഉണ്ടാവില്ലേ. ആ പൊസിഷൻ വെക്ടറിൻ്റെ പേരാണ് 25.12.5. ക്ലിയർ അല്ലേ. അപ്പം R2 ഏതൊരു എലമെൻറ്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും അതൊരു പൊസിഷൻ വെക്ടറിൻ്റെ പേരും ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ അല്ലേ. സോ ഞാനത് ഡിസ്കസ് ചെയ്തു തോന്നുന്നു, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. സോ നമുക്കറിയാം പ്ലെയിനിലെ ഒരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ, ഒരു വെക്ടർ എടുത്തു കഴിഞ്ഞാൽ, ഒരു പൊസിഷൻ വെക്ടർ എടുത്തു കഴിഞ്ഞാൽ അതിനെ R2 എലമെൻറ്റ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ നിങ്ങൾക്കറിയാം. ഇനി വെറുതെ ഒരു ചോദ്യം ചോദിക്കാൻ, ഞാനിപ്പോൾ എന്താ പറയുക, പൊസിഷൻ വെക്ടർ അല്ലാത്തൊരു വെക്ടർ എടുത്തു. ഇപ്പോൾ പൊസിഷൻ വെക്ടർ അല്ല, കാരണം എന്താ, ഇതിൻ്റെ ഇനീഷ്യൽ പോയിൻ്റ് ഒറിജിനൽ അല്ല. ഇതിൻ്റെ ലെങ്ത്ത് ഇപ്പോൾ ഒരു 2 യൂണിറ്റ്, ഇത് 2 ഉണ്ടാവില്ല ഏകദേശം, ഇവിടെ കട്ട് ചെയ്തോ. സോ മാഗ്നിറ്റ്യൂഡ് 2 ഈ പോസിറ്റീവ് എക്സ് ആക്സിൻ്റെ ഡയറക്ഷനിലാണ് ഈ വെക്ടർ. ഇതിൻ്റെ പേരെന്തേക്കും, ഇതിനെ R2 ഏത് എലിമെൻറ്റ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്താൽ നമ്മളൊന്ന് പോസിറ്റീവ് ആലോചിച്ച് നോക്കി പറഞ്ഞോളൂ. എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ പേര് നമ്മൾ പൊസിഷൻ വെക്ടേഴ്സിന് മാത്രം ആ പേരിട്ട്, അപ്പോൾ ഇത് ഏത് പൊസിഷൻ വെക്ടറിന് തുല്യമാണ് നോക്കുക. ഇതിന് ഇതേ ഡയറക്ഷനിൽ ഇതേ മാഗ്നിറ്റ്യൂഡിൽ നിങ്ങൾ ഒരു വെക്ടർ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഈ വെക്ടറാണ് അല്ലേ. ഇത് 2 നമ്മൾ നേരത്തെ അങ്ങനെ അളവാണ്. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 2, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 2, ഇതിൻ്റെ രണ്ടിൻ്റെയും ഡയറക്ഷൻ സെയിം ആണ് അല്ലേ. സോ അങ്ങനെ വരുമ്പം ഇതിൻ്റെ പേരെന്താണോ അത് മതി ഇതിൻ്റെ പേര് എങ്ങനെ കിട്ടും. ഈ പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്ടറാണ്. ഈ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് എന്താണ്, ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് 2 ആണ്, വൈ കോർഡിനേറ്റ് 0 ആണ്. സോ ഈ 20 തന്നെ എലമെൻറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ വെക്ടറിനെ, ഈ പൊസിഷൻ വെക്ടർ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ അത് തന്നെ ആയിരിക്കും ഇതിൻ്റെയും പേര്. അപ്പം ഈ വെക്ടറിൻ്റെ പേര് 20 ആണ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി നിങ്ങൾ സ്വന്തം ആലോചിച്ച് നോക്കുക, എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. സോ R2 ഏതൊരു എലമെൻറ്റിനെയും നമ്മൾ പ്ലെയിനിലെ ഏതൊരു വെക്ടറിനെയും നമ്മൾ R2 എലമെൻറ്റ് ഉപയോഗിച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, നൈസ്. ഇനി സ്പേസിലെ 3 ഡയമെൻഷൻ സ്പേസിലെ ഞാൻ പ്ലെയിനാകെ പറഞ്ഞത് സ്പേസ് നിങ്ങൾ സ്വന്തം ചെയ്തോളൂ. സ്പേസിലെ ഏതൊരു വെക്ടർ എടുത്തു കഴിഞ്ഞാലും അതിനെ R3 എലമെൻറ്റ് ഉപയോഗിച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ നിങ്ങൾ സ്വന്തം ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ എന്ത് ചെയ്തു, ഇതേപോലെ സ്പേസിലും ഉണ്ടാവും പൊസിഷൻ വെക്ടർ, ഏതൊരു പോയിൻറ്റിനും ഒരു പൊസിഷൻ വെക്ടർ ഉണ്ടാവും. ഒറിജിൻ അങ്ങോട്ടേക്ക് ഒരു പൊസിഷൻ വെക്ടർ വരയ്ക്കാൻ പറ്റും അല്ലേ. എന്നിട്ട് ഇതേപോലെ നിങ്ങൾ ചിന്തിക്കുക, ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അതുപോലെ നിങ്ങൾ ഇമാജിൻ ചെയ്യുക അല്ലേ. ഇമാജിനേഷൻ കപ്പാസിറ്റി വളരട്ടെ. സോ അങ്ങനെ അല്ലെങ്കിൽ ചിത്രം വരച്ചോ എന്തോ ചെയ്തോളൂ. അപ്പോൾ സ്പേസിലും ഇതേപോലെ പൊസിഷൻ വെക്ടേഴ്സ് ഉണ്ടാവും, അവിടെ ഇതേപോലെ തന്നെ പൊസിഷൻ വെക്ടേഴ്സിന് പേരിട്ടാൽ മതി. അപ്പോൾ സ്പേസിൽ ഒരു പോയിൻ്റ് ഒരു പൊസിഷൻ വെക്ടറിന് പേരിടാൻ നിങ്ങൾ എന്ത് ഉപയോഗിക്കേണ്ടി വരും, R3 ഒരു എലമെൻറ്റാണ് നമ്മൾ ഉപയോഗിക്കുക. ക്ലിയർ അല്ലേ. സോ അങ്ങനെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ചിട്ട് മനസ്സിലാക്കുക, സ്പേസിലെ ഒരു വെക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ R3 എലമെൻറ്റ് ഉപയോഗിച്ചിട്ട് ഇതേപോലെ പറ്റും. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക, ഡീറ്റെയിൽ ആയിട്ട് പോസ് ചെയ്തിട്ട് മനസ്സിലാക്കുക കേട്ടോ. ഡൗട്ടൊക്കെ ഉണ്ടാ ചോദിക്കാം. ഇപ്പോൾ നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവും സ്പേസിലെ 3 ഡയമെൻഷണൽ സ്പേസിലെ ഏതൊരു വെക്ടർ എടുത്താലും അതിനെ R3 ഒരു എലമെൻറ്റ് ഉപയോഗിച്ച് ഡിനോട്ട് ചെയ്യാം, റെപ്രസെൻറ്റ് ചെയ്യാം അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ R3 ഒരു എലമെൻറ്റ് എടുക്കട്ടെ, 1 2 5. ഇതിപ്പോൾ R3 ഒരു എലമെൻറ്റാണ്. ഇത് ഏത് വെക്ടറിനാണ് ഡിനോട്ട് ചെയ്യുന്നത്, 1 2 5 എന്ന് പറഞ്ഞൊരു പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്ടർ ഉണ്ടാവില്ലേ, ആ പൊസിഷൻ വെക്ടറിനല്ലേ ഈ എലമെൻറ്റ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ R3 ഏതൊരു എലമെൻറ്റ് എടുത്താലും അത് സ്പേസിലെ ഒരു വെക്ടറിനെ ഡിനോട്ട് ചെയ്യുന്നുണ്ട്. ആ കാരണത്താൽ തന്നെ R3 എലമെൻറ്റ്സിനെ നമ്മൾ വെക്ടർ എന്ന് വിളിക്കും. ഇപ്പോൾ 1 2 5 ഒരു വെക്ടർ എന്ന് പറയും നമ്മൾ, കാരണം എന്താ, ഇതൊരു വെക്ടറിനെ ഡിനോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ R2 എലമെൻറ്റിനെ നമ്മളൊരു വെക്ടർ എന്ന് വിളിക്കും, കാരണം R2 എലമെൻറ്റ് പ്ലെയിനിൽ ഒരു വെക്ടറിനെ ഡിനോട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടു. സോ R3 എലമെൻറ്റ്സിനെയും R2 എലമെൻറ്റ്സിനെയൊക്കെ നമ്മൾ വെക്ടർ എന്ന് വിളിക്കും, കാരണം അത് വെക്ടറിനെ ഡിനോട്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ. ഓക്കെ, നന്നായി ചിന്തിച്ച് മനസ്സിലാക്കി വെക്കുക. ഡൗട്ടുള്ളവരൊക്കെ ചോദിക്കുക. വാട്സപ്പ് നമ്പറൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിലൊക്കെ തരാം. പിന്നെ ഈ വീഡിയോയിലും ഇനിയും കുറച്ച് കാര്യങ്ങൾ പറയുന്നത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ വീഡിയോ ഞാൻ വിചാരിക്കും പോലല്ല, പറഞ്ഞു വരുമ്പോൾ ഒരുപാട് ലെങ്തി ആയി പോവുക. അപ്പോൾ അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയാം. അടുത്ത വീഡിയോയിൽ ആദ്യം നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന വിഷയം
ഇപ്പോൾ നമ്മൾ വെക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ആർട്ടിക്കൽ എലമെൻറ്റ്സ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാം, പ്ലെയിനിലാണെങ്കിൽ ആർട്ടിക്കൽ എലമെൻറ്റ്സ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മൾ വെക്ടർ ആഡ് ചെയ്യാനൊക്കെ നമ്മൾ വീണ്ടും ചിത്രം വരയ്ക്കേണ്ടി വരില്ലേ? വെക്ടർ ആഡ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷനാണ്. അപ്പോൾ നമ്മൾ ആർട്ടിക്കൽ എലമെൻറ്റ് ഉപയോഗിച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല. രണ്ട് വെക്ടറിനെ ആഡ് ചെയ്യണമെങ്കിൽ വീണ്ടും ചിത്രം വരയ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടല്ലേ? പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഈ വെക്ടർ ആഡ് ചെയ്യാനും പോലും ചിത്രം ഇനി ആവശ്യമില്ല എന്നുള്ളതാണ് കഥ. അത് വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്യും. അതൊക്കെയാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാൻ പോകുന്നത്. സോ വെയിറ്റ് ആൻഡ് സീ.